പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. ലോകം മുഴുവൻ ഭീതിയുടെയും നിരാശയുടെയും കഠിനമേറിയ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ മാന്യ ശ്രോതാക്കളോട് പങ്കുവെക്കുവാൻ ഒരു ചെറിയ സന്ദേശം എൻ്റെ ഉള്ളിൽ ഈ ദിവസങ്ങളിലായി പരിശുദ്ധാത്മാവ് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. COVID-19 എന്ന പേരിൽ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തി മരണത്തിൻ്റെ ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവ്യാധി, എല്ലാവരും ഭയവിഹ്വലരായി എന്തു ചെയ്യണമെന്നറിയാതെ രാജ്യ തലവന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മെഡിക്കൽ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ കൈമലർത്തി തോറ്റുകൊടുക്കുന്ന ഒരു വല്ലാത്ത കാഴ്ചയാണ് നാം കാണുന്നത്. അതിൻ്റെ നടുവിൽ ഇത് ദൈവം ദേശത്തെ നശിപ്പിക്കുവാൻ അയച്ച ദൈവിക ന്യായവിധിയാണ് എന്നർത്ഥം വരുന്ന രീതിയിൽ നടക്കുന്ന പ്രസംഗങ്ങളും ലേഖനങ്ങളുമൊക്കെ ചിലത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഒരു എളിയ കർത്തദാസൻ എന്ന നിലയിൽ ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായ ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കണം. ഒന്ന്, ഭൂലോകം മുഴുവൻ ഒരുമിച്ച് ദൈവം ഒരു ന്യായവിധി അയക്കുന്നുവെങ്കിൽ ആ അയക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മണവാട്ടിയായ സഭ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ഈ ഭൂമിയിൽ നിന്ന് ദൈവം തൻ്റെ വീട്ടിലേക്ക് ചേർത്തിരിക്കും. ഭൂമി മുഴുവൻ ഒരുമിച്ചൊരു ന്യായവിധി അയക്കുന്നതാണെങ്കിൽ അതിന് മുമ്പ് വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് വന്നിരിക്കും. അപ്പോൾ പിന്നെ ചോദ്യം, പിന്നെ ഇതെന്താണ്? അത് നാം ചിന്തിക്കണം. 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ തുടരാം. ഒന്ന്, ദൈവം അറിയാതെ ഭൂമിയിൽ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ കരം തന്നെയാണ്, അത് സത്യമാണ്. 2, എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിന് തൻ്റേതായ ഒരു ഉദ്ദേശമുണ്ട്. 3, ഇതിന് പരിഹാരം ദൈവത്തിൽ നിന്നല്ലാതെ വേറെ എങ്ങു നിന്നും വരുമെന്ന് ആരും കരുതണ്ട. ഈ ചിന്ത അകത്ത് വരുമ്പോൾ തന്നെ ഒരു വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ലോകം മുഴുവൻ കൊറോണ വൈറസ് എന്ന് പറഞ്ഞ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാതെ സൂക്ഷ്മദർശിനിയുടെ സഹായത്തോടു കൂടി അതിൻ്റെ ഏറ്റവും താഴെ ഇറങ്ങി ചെല്ലുമ്പോഴാണല്ലോ ഈ കൊറോണ വൈറസിനെ കണ്ട് അതിൻ്റെ ചിത്രം മുള്ളുകളൊക്കെ ആയി ഇരിക്കുന്ന ചിത്രം നമ്മുടെ മുമ്പിൽ കൊണ്ടുതരുന്നത്. ഈ വൈറസിനെ ഞാനൊരു പുഴു എന്ന് വിളിക്കാൻ പോവുകയാണ്, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, ഒരു വേമെന്ന്. ദൈവം ഈ പുഴുവിനെ അയച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ശ്രോതാക്കൾ എൻ്റെ ഈ ചിന്തയോട് യോജിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ ആശയങ്ങൾ ഞാൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. യോഹന്നയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം യഹോവയായ ദൈവം കൽപ്പിച്ചിട്ട് ഒരു പുഴു വന്നു, പുഴുവിനെ അയച്ചു, അത് ചെന്ന് ആവണക്കിനെ കുത്തിക്കളഞ്ഞു. ഈ പുഴുവിനെ എന്തിനാണ് ദൈവം അയച്ചത്? ആവണക്കിനേക്കാൾ വലുതാണ് ആത്മാക്കളെന്ന് പ്രവാചകനായ യോനയ്ക്ക് ബോധ്യം വരുത്താനാണ് ദൈവം പുഴുവിനെ അയച്ചത്. അതെ, ദൈവം എന്തിനിങ്ങനൊരു വൈറസിനെ, അല്ല, ഞാൻ വിളിച്ചതുപോലെ ഒരു പുഴുവിനെ ലോകത്തിൽ അയച്ചു? നിനവേക്കാർക്ക് പാപബോധമുണ്ടായിട്ടും ഏറ്റുപറഞ്ഞ് അനുദപിച്ച് രട്ടിലും വെണ്ണീറിലും ലോകം അനേകർ കിടക്കുമ്പോഴും കുറ്റബോധം വരാത്ത പ്രവാചകന്മാർക്ക് സുബോധം വരുത്തുവാൻ, ആത്മീയ ലോകത്തിൽ അലസതയിലും മയക്കത്തിലുമായിരിക്കുന്ന അനേകർക്ക് സുബോധം വരുത്തുവാനാണ് ദൈവം ഈ പുഴുവിനെ അയച്ചിരിക്കുന്നത്. യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ യോനയുടെ യാത്രയും സംഭവങ്ങളും നമുക്കറിയാം. ദൈവത്തിനു വേണ്ടി ഓടേണ്ടവൻ ദൈവസന്നിധി വിട്ട് ഓടുന്നു. ആ യാത്ര, നിനവയ്ക്കു വേണ്ടിയുള്ള യാത്ര, വഴിമാറി തർസീസിലേക്ക് ഓടുമ്പോൾ ദൈവഹിതമില്ലാത്ത യാത്രയായതുകൊണ്ട് താൻ സഞ്ചരിച്ചിരിക്കുന്ന കപ്പൽ തകർന്നുടയുന്നു. സകലരും
ഭയത്തിലും ഭീതിയിലുമായിരിക്കുന്നു. പക്ഷേ കൂരുക്കൂസലുമില്ലാതെ കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയി ഉറങ്ങുന്ന യോന എന്ന പ്രവാചകൻ. ദൈവമക്കളെ, ആത്മീയ ലോകം സുഖസുഷുപ്തിയിലാണ്. എല്ലാം ഉണ്ടെന്ന് നടിച്ചൊന്നും അറിയത്തില്ലാത്തവരെ പോലെ എത്രയോ ദിവസങ്ങളായി മയക്കത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണർവ് യോഗങ്ങളും ഉണർവ് പ്രസംഗങ്ങളും പാട്ടും പ്രാർത്ഥനയും ഒക്കെ കൊട്ടിക്കലാശമായി കോലാഹലമായി പലയിടത്തുമുണ്ട്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന കൺവെൻഷനും പ്രാർത്ഥനയും ഒക്കെയായി നമുക്ക് ഉണർവുകളുണ്ട്. പക്ഷെ വ്യക്തിപരമായി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകമാകുന്ന കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൽ ആണ്ടുപോയ ദൈവസഭ, ഉറക്കത്തിൽ ആണ്ടുപോയ ആത്മീയ മണ്ഡലം അവരൊന്ന് ചലിക്കേണ്ടിയിരിക്കുന്നു. ആരുടെ നിമിത്തം ഈ അനർത്ഥമുണ്ടായെന്നറിയുവാൻ വേണ്ടി ചീട്ടിട്ടപ്പോൾ 1-ാം അധ്യായം 7-ാം വാക്യം, ചീട്ട് യോനയുടെ മേൽ വീണു. ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇന്ന് പറയുന്നു, ലോകത്തിൽ ആരുടെയും കുറ്റം കൊണ്ടല്ല, ലോകരാഷ്ട്രങ്ങളെ ന്യായം വിധിക്കുവാനല്ല, ചീട്ട് എൻ്റെ മേൽ വീണിരിക്കുക. ചീട്ട് എൻ്റെ മേൽ വീണിരിക്കുക. 4 ചോദ്യങ്ങൾ അവർ ചോദിച്ചു. നിൻ്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിൻ്റെ നാടെന്ത്? നീ ഏത് ജാതിക്കാരൻ? ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത്ര പ്രതിസന്ധിയും പ്രതികൂലം വരുമ്പോഴും ഒന്നും അറിയാത്തവനെ പോലെ ഉറങ്ങിക്കിടക്കുന്ന നിൻ്റെ നാടേതാ? നിൻ്റെ ജാതി ഏതാ? ഏത് തൊഴിലാണ് നിനക്ക് ചെയ്യുന്നത്? നിന്നെ ഏത് ജാതിക്കാരൻ എന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, വാട്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ യു ബിലോങ് ടു. ഏത് ഗണത്തിൽപ്പെടുത്താവുന്ന മനുഷ്യനാണ് നീയെന്ന് പറഞ്ഞാൽ, സകലരും കപ്പലിനകത്ത് നിലവിളിച്ച് അവരവരുടെ ദേവന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ അലസനായി കിടന്ന് ഉറങ്ങുന്ന നിന്നെ ആരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും? സ്നേഹിത, ഇന്ന് നമുക്കെങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റും? ഉണരാത്ത വല്ലാത്ത ഒരു ജാതിയായി നാം പോയില്ലേ? യോനയ്ക്ക് ഉത്തരമുണ്ട്. ഞാനൊരു എബ്രായനാണ്, കടലും കരയും നിർമ്മിച്ച യഹോവയെ സേവിക്കുന്നു. അവർക്ക് മനസ്സിലായി, ഇവനാണ് കുഴപ്പക്കാരൻ. ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ ആരാധിക്കേണ്ടവൻ, ആ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവൻ, ആ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവൻ, ആ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ടവൻ, ആ ദൈവവചനം പറയേണ്ടവൻ അലസനായി ഉറങ്ങിക്കിടക്കുന്നു. അനർത്ഥം അവൻ നിമിത്തം വന്നു. തുടർന്നുള്ള സംഭവങ്ങൾ വളരെ സ്പഷ്ടമാണ്. യോന കടലാനയുടെ വയറ്റിലെ അയ്യംവിളിയും പ്രാർത്ഥനയും അനുതാപവും കരയിലേക്ക് എത്തുന്നതും, നിനവയിൽ ഒരു ദിവസത്തെ വഴിദൂരത്തെ പ്രസംഗവും 1,86,000 ജനത്തിൻ്റെ മാനസാന്തരവും, രാജാവ് ഉൾപ്പെടെ ഒടുവിൽ വരെ അനുതാപങ്ങളും കരച്ചിലുകളും, ദൈവം ന്യായവിധി തട്ടിമാറ്റി, തൻ്റെ കോപം ദൈവം മാറ്റി. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദേശത്തിൻ്റെ മാനസാന്തരം യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. യോന ദൈവത്തോട് കോപിക്കാൻ തുടങ്ങുന്നു. ദൈവം ചോദിക്കുന്നു, നീ കോപിക്കുന്നത് ശരിയാണോ? അതിൻ്റെ 5-ാം വാക്യത്തിൽ താൻ കുറച്ച് ചുള്ളിക്കമ്പൊക്കെ വാരിക്കെട്ടി ഒരു കൊച്ചു കുടിലുണ്ടാക്കി. സംതൃപ്തൻ ആ കൊച്ചു കുടിലിനകത്ത്. ആ കുടിലിൻ്റെ തണലിൽ ഇങ്ങനെ ആഘോഷമായി താൻ ഇരിക്കുക. പക്ഷെ ദൈവത്തിന് അവനോട് മനസ്സലിവ് തോന്നി. പ്രസംഗിച്ചവനല്ലേ, ശുശ്രൂഷിച്ചവനല്ലേ, വചനം പറഞ്ഞവനല്ലേ, ഒരു ദേശത്തിൻ്റെ മാനസാന്തരത്തിന് ഞാൻ ഉപയോഗിച്ചവനല്ലേ, അവൻ്റെ കുടിലൊന്ന് മാറ്റിയേക്കാം, അവൻ്റെ ഈ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരുത്തിയേക്കാം. അവൻ്റെ സങ്കടത്തിൽ അവന് തണലായിരിക്കേണ്ടതിനെ, ആശ്വസിപ്പിക്കേണ്ടതിനെ കൈ തൊടാതെ, മനുഷ്യൻ്റെ കരം തൊടാതെ ഒരാവണക്ക് ദൈവം മുളപ്പിച്ച് കൊണ്ടുവന്നു. ആവണക്ക് നിമിത്തം യോന സന്തോഷിച്ചുവെന്നാണ് 7-ാം വാക്യം. ദേശത്തിൻ്റെ നാശമല്ല യോനയ, ദേശത്തിൻ്റെ വിടുതൽ കണ്ടിട്ടല്ല യോന സന്തോഷിച്ചത്, ആവണക്ക് നിമിത്തം സന്തോഷിച്ചു. ആത്മീയ ലോകത്തിൻ്റെ സന്തോഷം സുവിശേഷത്തിൻ്റെ വ്യാപ്തി നിമിത്തമല്ലെന്നേ, ആവണക്കുകൾ നിമിത്തമാണ് സന്തോഷിക്കുന്നത്. പൊട്ടിമുളച്ചു വന്ന ആവണക്കുകൾ. ഇന്നലെ നിന്ന കുടിലിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും ദൈവത്തിൻ്റെ കരത്താലും ഉണ്ടായ നന്മകൾ, അല്ല ഏതു വിധത്തിലുമായിക്കൊള്ളട്ടെ, ഇന്ന് കാണുന്ന നന്മകളെ ചൊല്ലിയാണ് ആത്മീയ ലോകം, പ്രവാചകന്മാർ, പ്രാസംഗികർ, സഭാ നേതാക്കൾ, ആത്മമണ്ഡലത്തിലുള്ളവർ, വിശ്വാസ സമൂഹം സന്തോഷിക്കുന്നത് ആവണക്ക് നിമിത്തമാണ്. വാടിപ്പോകുന്ന തകരുന്ന ആവണക്കുകൾ നിമിത്തം, ആയുസില്ലാത്ത ആവണക്കൽ നിമിത്തം, വാരിക്കൂട്ടിയ സമ്പത്ത് നിമിത്തം, ഇന്ന് കയ്യിൽ പണമുണ്ടെങ്കിലും ആഹാരം കഴിക്കുവാൻ പ്രയോജനപ്പെടാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ വീടിനകത്ത് കെട്ടപ്പെട്ടവനായിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ചേർന്നില്ലേ? ആവണക്ക് നിമിത്തം ആരും സന്തോഷിക്കരുത്. അവിടെയാണ് ദൈവം ഒരു പുഴുവിനെ അയച്ചത്.
ദൈവം കൽപ്പിച്ചിട്ടൊരു പുഴുവിനെ അയച്ചു. ആവണക്കിൽ സന്തോഷിക്കുന്നവൻ്റെ തലയിൽ സുബോധം മുളപ്പിക്കുവാൻ ദൈവം അയച്ച പുഴു വന്ന് കുത്തുന്നു, ആവണക്ക് ഉണങ്ങിപ്പോകുന്നു. വെയിലിൻ്റെ ഉഷ്ണം തലയ്ക്കടിക്കുമ്പോൾ യോന ചോദിക്കുന്നു, എന്തു സംഭവിച്ചു? പകച്ചുപോയി. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ അഹങ്കാരത്തിൻ്റെ ആവണക്കുകൾ, നമ്മുടെ തലക്കനത്തിൻ്റെ ആവണക്കുകൾ, പാപം ചെയ്തിട്ട് പാപമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന നാം മുളപ്പിക്കുന്ന ആവണക്കുകൾ, തഴച്ചു വളരുന്ന പൊങ്ങച്ചത്തിൻ്റെ ആ ആവണക്കൾ ഉണക്കുവാനാണ് ദൈവം ഈ പുഴുവിനെ അയച്ചത്. വിനയത്തോടും സൗമ്യതയോടും കൂടെ ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കേണ്ടവർ ആഡംബരത്തിൻ്റെ സുഖലോപലതയിൽ തിമിർത്താടുമ്പോൾ ആ ആവണക്കൾ ഉണക്കുവാനാണ് ദൈവം ഈ പുഴുവിനെ അയച്ചത്. വിശ്വസിക്കണം, അനുതാപത്തോടെ കരച്ചിലോടെ ദൈവത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിന് യോനയെ ബോധ്യപ്പെടുത്തണം, ആവണക്കല്ല ആത്മാക്കളാ വലുത്. ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദൈവം തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, ദൈവം തന്ന സമൃദ്ധിക്കായി സ്തോത്രം, ദൈവം തന്ന ആരോഗ്യത്തിനും ബലത്തിനുമായി സ്തോത്രം. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാന ദൗത്യം ആത്മാക്കളുടെ വിടുതലാണ്. ദൈവരാജ്യത്തിൽ ആത്മാക്കൾ കടന്നു വരണം. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വിശുദ്ധ കൂട്ടമായി നാം മാറണം. ആവണക്ക് നിമിത്തം സന്തോഷിക്കാനല്ല എന്നെ വിളിച്ചത് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഈ അനർത്ഥത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. ദൈവസഭകൾ മുഴങ്കാലിലേക്ക് വീഴട്ടെ. സന്തോഷിക്കേണ്ടത് ആത്മാക്കളുടെ രക്ഷ കണ്ടായിരിക്കണം. തലപൊക്കി നോക്ക്, കൊയ്ത്തിന് ദേശങ്ങൾ വിളഞ്ഞിരിക്കുന്നു. പരസ്പരം കടിച്ചു കീറിയും കാലുവാരിയും കയ്യൂക്ക് കാണിച്ചും മുഷ്ടി ചുരുട്ടിയും ആയുസ് കളയല്ലേ. കോപിച്ചും വാഗ്വാദങ്ങളും ഭിന്നതകളും ഉണ്ടാക്കി ദേശത്ത് തലകുനിക്കേണ്ട അവസ്ഥയിലേക്ക് വരാതെ ആവണക്കുകൾ നിമിത്തമുള്ള സന്തോഷം അല്പായുസാണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേ, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ സഭ മുഴങ്കാൽ മടക്കട്ടെ. ദൈവസഭകൾ മടങ്ങി വരട്ടെ. ഈ പുഴു ദൈവം അയച്ചതാ ദൈവദാസന്മാർക്ക് സുബോധം വരുവാൻ. ഈ പുഴു ദൈവം അയച്ചതാ ദൈവദാസന്മാർക്ക് സുബോധം വരുവാൻ. വിനയത്തോടും ലളിത ജീവിതത്തോടും കാലം കഴിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. ഈ ദിവസങ്ങളിൽ വീടിനുള്ളിൽ അടച്ചിരിക്കേണ്ട സാഹചര്യങ്ങളാണല്ലോ എല്ലാ രാജ്യങ്ങളിലും പലർക്കുമുള്ളത്. വിനയത്തോടെ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും ഒക്കെ സമയം ചെലവഴിച്ചാട്ടെ. മറ്റുള്ളവരെ പരിഹസിക്കുന്ന, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിപ്പാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ദുഃഖം ആഘോഷമായി മാറ്റാതെ, മറ്റുള്ളവരുടെ വേദന കൊട്ടിഘോഷിക്കാതെ, മറ്റുള്ളവരുടെ കുറവുകൾ പരസ്യം ചെയ്യാതെ ദൈവസന്നിധിയിലേക്ക് സമർപ്പണത്തോടെ കടന്നു വരൂ. ദൈവം ദേശത്തൊരു പ്രവൃത്തി അയക്കും. ദൈവത്തിൻ്റെ കരം ചലിക്കും. ദൈവമക്കൾ കണ്ണുനീരോടെ നിലവിളിച്ച് ഏത് കാലഘട്ടത്തിലും മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ, യഹോശാഫാത്തും യോശിയാവും ഒക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ, അഹരോനും ഹൂരും ഒക്കെ പ്രാർത്ഥനയ്ക്കും കൈത്താങ്ങലിനും മുന്നേറിയപ്പോൾ അതാത് സമയത്ത് ദൈവം പ്രവൃത്തി അയച്ചിട്ടുണ്ട്. ഈ 2020 ദൈവം അങ്ങനെ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. ദൈവം അയച്ചതാണ് ഈ പുഴു. ആവർത്തിക്കുന്നു, എനിക്ക് സുബോധം വരുവാൻ, എനിക്ക് മാനസാന്തരം വരുവാൻ, എനിക്കൊരു ഹൃദയത്തകർച്ച ഉണ്ടാകുവാൻ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുതാപത്തിലേക്കും ആത്മസമർപ്പണത്തിലേക്കും നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.